ഇതാണ് അതിൻ്റെ പാക്കറ്റ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതെ ഇതേ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അതേ രണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാനിപ്പോൾ ഇതുകൊണ്ട് ഒരു മസാല ഉണ്ടാക്കിയേക്കണം. മസാല ഉണ്ടാക്കിയപ്പോൾ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നു. ഇതേ കണ്ടോ, ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേ കണ്ടോ, ഇത് കുറച്ച് ഇതേ കണ്ടോ ഞെങ്ങ് കൊള്ളണ പോലത്തെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതേ കണ്ടോ, ഇതേ കണ്ടോ, സൗണ്ട് കേൾക്കണ പോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഇന്നിവിടെ കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ഭയങ്കര വിപ്ലവം സൃഷ്ടിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. മഖാന എന്ന് പറഞ്ഞൊരു സാധനം. അത് നമ്മുടെ ഇതിൻ്റെ താമരപ്പൂവിൻ്റെ അതിൽ നിന്ന് എടുക്കുന്ന വിത്താണത്. അത് നമ്മൾ വറുത്തിട്ട് പിന്നെ നമ്മൾ പൊരിയൊക്കെ ഉണ്ടാക്കണ പോലെ അവരത് ചട്ടിക്കകത്തിട്ട് വറുത്തിട്ട് പിന്നെ അത് ഇങ്ങനെ പൊരിച്ച് അതിൻ്റെ പൊരി എടുക്കണതിനാണ് മഖാന എന്ന് പറയുന്നത്. ആ സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെ, ഇതാണ് ആ സാധനം. കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, ഇത് താമരമൊട്ടാണ്. താമരയുടെ പൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വിത്താണിത്. ഇതാണ് മഖാന. ഇതാണ് ഇന്നലെ നമ്മുടെ പാർലമെൻറ്റിൽ ഭയങ്കര വിപ്ലവം സൃഷ്ടിച്ച ഒരു സാധനമാണ്. അപ്പോൾ ഇത് പലരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതും കൊണ്ടൊരു മസാല ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. നമുക്ക് എങ്ങനെ ഈ മസാല ഫ്രൈ ഇതും കൊണ്ട് ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ ഇത് ഡയറ്റിനൊക്കെ ഭയങ്കര നല്ല ഇതാണ്. വയറിനൊക്കെ ഹെൽത്തൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സാധനമാണ്. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതും കൊണ്ട് നമുക്ക് പായസം വയ്ക്കാം, പിന്നെ ഉപ്പ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ചുമ്മാ നമ്മൾ അവല് പൊരി ഇതും കൊണ്ടൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണം, അതുകൊണ്ടൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനിതും കൊണ്ടൊരു മസാല ഫ്രൈ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തുള്ള സാധനങ്ങൾ, മെയിൻ സാധനം നമ്മുടെ ഇതാണ്, ഈ താമരയുടെ വിത്താണ്. ഇതാണ് മഖാന എന്ന് പറഞ്ഞ സാധനം. ഹിന്ദിയിൽ ഇതിന് മഖാന എന്ന് പറയും. ഇത് താമര വിത്താണ്. ഇത് നമ്മൾ മലയാളത്തിൽ താമര വിത്തെന്ന് പറയും, ഹിന്ദിയിൽ ഇതിന് ഇതൊന്നും മഖാന എന്ന് പറയും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിത് എടുത്താക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയുണ്ട്, കുറച്ച് മുളക് പൊടിയുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ കുറച്ച് ചാറ്റ് മസാലയുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇപ്പോൾ നമുക്കിത് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയുടെ ടേസ്റ്റ് ആവശ്യമില്ലാത്തവർക്ക്, നെയ്യ് ആവിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒഴിക്കാം. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ഇതിനകത്തൊന്ന് വാർത്തെടുക്കണം. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനകത്തിട്ടതൊന്ന് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് പയ്യെ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ഒത്തിരി ചൂടാക്കാനൊന്നുമില്ല. ഇത് നമ്മൾ ഈ അരിയുടെയൊക്കെ പൊരി പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇത് കണ്ട, ഇതാണ് അതിൻ്റെ ഇത് കണ്ട, ഇത്രേ ഉള്ളൂ. എൻ്റെ വിത്ത് ഇത്ര ഉണ്ടാവുള്ളൂ. ഒരു കുഞ്ഞു സാധനം. നമ്മുടെ ഒരു ഗ്രീൻ പീസിൻ്റെ ഒന്നും വലിപ്പമില്ല. അതിനേക്കാളും ഒക്കെ ഒരു ചെറിയ സാധനം. നമ്മൾ പട്ടിക്കുരുവിൻ്റെ ഒക്കെ അത്രയും വലിപ്പം. എൻ്റെ ആ സാധനം ഇല്ലാന്നിട്ടല്ല ഞാൻ കാണിച്ചത്. ഒന്ന് പയ്യെ ഒന്ന് ചൂടാക്കിയൊന്ന് വറുത്തെടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ചായക്ക് ഒക്കെ കൊടുക്കാനായിട്ട്, സ്കൂളിൽ സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാൻ വളരെ നല്ല സാധനം. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഒരു കടിയായിട്ട് ഉപയോഗിക്കാം, ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഞങ്ങൾക്ക് ഒരു കപ്പാണ് എടുത്താക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചാറ്റ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വെച്ചിട്ടിട്ടാൽ മതി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് കഴിഞ്ഞ് നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. ഉണ്ടോ, നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതെടുത്ത് ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാം.
അപ്പം അങ്ങനെ ഇന്നലെ നമ്മുടെ പാർലമെൻറ്റ് ബജറ്റിൽ തരംഗമായി മാറിയ നമ്മുടെ ഫൂൾ മക്കാന എന്നാണ് ഇതിന് പറയുന്നത്. ഫൂൾ മക്കാന റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇവിടെ കേരളത്തിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാനിത് റിലയൻസിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ റിലയൻസിൻ്റെ കടയിൽ ഇത് കിട്ടും. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. വൈറ്റമിൻസും മിനറൽസൊക്കെ ധാരാളം ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ പാക്കറ്റ്. ഞാൻ കാണിച്ചത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതെ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അതേ രണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാനിപ്പോൾ ഇതുകൊണ്ട് ഒരു മസാല ഉണ്ടാക്കിയേക്കണം. മസാല ഉണ്ടാക്കിയപ്പോൾ കണ്ടോ അത് നല്ല ക്രിസ്പി ആയിട്ട് വന്നു. ഇതേ കണ്ടോ, ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇത് കുറച്ച് ഇതേ കണ്ടോ ഞെങ്ങ് കൊള്ളണ പോലത്തെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതേ കണ്ടോ, കണ്ടോ സൗണ്ട് കേൾക്കണ പോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ വില കുറച്ച് വില കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ 100 ഗ്രാമിന് 250 റുപ്പീസാണ് ഇതിൻ്റെ വില കേട്ടോ. 100 ഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ഉണ്ട്. ഒരു വലിയ പാക്കറ്റാണ്, അതിന് വെയിറ്റ് ഇല്ലാത്ത കാരണം അതിന് 250 ആണ് ഇതിൻ്റെ വില ഇവർ കൊടുത്താക്കുന്നത്. കുറച്ച് വില കൂടിയ സാധനമാണ്, പക്ഷെ എന്നാലും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.